നമ്മൾ അതിനകത്ത് കയറി അമ്പലത്തിലേക്ക് പ്രാർത്ഥിച്ചു. പിന്നെയെന്ന് വെച്ചാൽ മറ്റൊരു സന്തോഷമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം അവിടെ പോകാൻ പറ്റിയത് തന്നെയാണ് ഉത്സവത്തിൻ്റെ ആരംഭം മുതൽ. കാരണം അവിടെ തങ്കയങ്കിയൊക്കെ വന്നു, തിരുവാഭരണ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏപ്രിൽ മാസം 27-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതൊക്കെ വന്ന് കഴിഞ്ഞു. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ആ ഒരു വൈബാണ്. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ അവസാനത്തെ ഉത്സവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിന് എല്ലാ സ്ഥലത്തുനിന്നും കച്ചവടക്കാർ വരും. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലത്തുനിന്ന് കച്ചവടക്കാർ വരും. അപ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കച്ചവടക്കാരുടെ ബഹളമാണ് ഇവിടെ. ഞാൻ ഒരു പ്രാവശ്യം ഇവിടുത്തെ ഉത്സവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ രാത്രിയൊക്കെ വന്നാൽ നമ്മളൊരു കോമഡി സ്റ്റാറിൻ്റെ വോഡഫോൺ കോമഡി സ്റ്റാർസിലെ കോമഡി സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനാണ് വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്നത്തെ ദിവസവും 10 ദിവസവും നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ട്. കോമഡി ഉണ്ട്, ഗാനമേളയുണ്ട്, ഭജൻസ് ഉണ്ട്, പിന്നെ കഥകളിയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരണം അമ്പലത്തിൽ. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പറഞ്ഞാലൊരു വൈബാണ്. പക്ഷെ നമുക്കെന്താ പറയുക, നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നൊരു ഇടമാണ് അമ്പലങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും വരിക, പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ നിന്ന സമയത്താണ് എൻ്റെ അച്ഛൻ വന്ന് ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ലോട്ടറി ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്തു. അപ്പോഴെന്നോട് പറയുകയും ചെയ്തു, ഞാൻ ലോട്ടറി ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു മോളെ, ഇന്നലെ ഒരാൾക്ക് അടിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്ക് അടിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ